ഹായ് ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു ലേണേഴ്സ് വിത്ത് GC. ഞാൻ ഗോപുചന്ദ്രൻ. സോ ഗൈസ്, നമ്മൾ കഴിഞ്ഞ രണ്ട് പാർട്ട് 1 ആൻഡ് പാർട്ട് 2 നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് RRB NTPC CBT1 2025 ടിപ്പിക്കലായിട്ടുള്ള മാത്സ് ക്വസ്റ്റ്യൻസ് വിത്തൗട്ട് പെൻ ആൻഡ് പേപ്പർ എങ്ങനെ ചെയ്യുന്നതാണ്. ഇതിനു മുമ്പുള്ള രണ്ട് വീഡിയോസും കാണാത്തവരാണെങ്കിൽ ആ വീഡിയോ കണ്ട ശേഷം ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക. ഫൈനൽ പാർട്ടാണ്. പിന്നെ ഇതിൻ്റെ PDF ഞാൻ എന്തായാലും നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും, അതിൽ പോസ്റ്റ് ചെയ്യാം. അതുകൂടി ജസ്റ്റ് നിങ്ങൾ സ്വയം ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ഫൈനൽ പാർട്ട് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഈ ഒരു ചോദ്യം നോക്കാം. Angle of elevation of a ladder leaning against a wall is 60 degree and the foot of the ladder is 4.5 meters from the wall. The length of ladder is. ഇവിടെ ഓൾറെഡി ഞാൻ പറഞ്ഞാണ്, ലേഡറിന്റെ ചോദ്യം വരുമ്പോൾ നമുക്ക് ആ ട്രയാങ്കിളിന്റെ ഫിഗർ മനസ്സിൽ വയ്ക്കാം. ഓക്കെ, എന്താ ഫിഗർ? ഈ ഒരു ഫിഗർ നിങ്ങൾ മനസ്സിൽ വയ്ക്കുക. ഇതാണ് നമ്മുടെ ഹൈപ്പോട്ടന്യൂസ് ആണ് ലാഡർ, ഇത് ഓപ്പോസിറ്റ് സൈഡ്. ഓക്കെ, അഡ്ജസന്റ് സൈഡ് നമ്മൾ നിൽക്കുന്ന ദൂരം. ഓക്കെ, ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ആണ്. ഓപ്പോസിറ്റ് സൈഡ് ആണ് നമ്മുടെ വാൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ചോദിച്ചിരിക്കുന്നത് ലെങ്ത് ഓഫ് ലാഡർ എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്, ഹൈപ്പോട്ടന്യൂസ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇവിടെ തീറ്റ എന്ന് തന്നിട്ടുണ്ട് 60 ഡിഗ്രി തന്നിട്ടുണ്ട്, അഡ്ജസന്റ് സൈഡ് 4.5 മീറ്റർ തന്നിട്ടുണ്ട്. അഡ്ജസന്റ് സൈഡ് ഹൈപ്പോട്ടന്യൂസ് കണ്ടുപിടിക്കണം. അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് എന്ന് വെച്ചാൽ cos 60 അല്ലേ, cos തീറ്റ. cos തീറ്റ എന്ന് വെച്ചാൽ അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഹൈപ്പോട്ടന്യൂസ് ആണ് നമ്മുടെ ലാഡർ. അപ്പൊ cos 60 എന്ന് വെച്ചാൽ എത്രയാ? 1/2. 1/2 എന്ന് പറയുന്നത് അഡ്ജസന്റ് സൈഡ് 4.5 അല്ലേ. സോ 1/2 ഈക്വൽ ടു 4.5 ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. 1/2 ഈക്വൽ ടു 4.5 ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണെങ്കിൽ ഹൈപ്പോട്ടന്യൂസ് എന്തായിരിക്കും? 4.5 ഇൻറ്റു 2 ആയിരിക്കും. വാട്ട് ഈസ് 4.5 ഇൻറ്റു 2? 9 ആയിരിക്കും. അപ്പോൾ ഈ ഫിഗർ നിങ്ങൾക്ക് എന്ത് വരണം? മനസ്സിൽ വരണം. എന്നാൽ ഡയറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്ത ചോദ്യം. ഈ ചോദ്യം നോക്കാം. സെയിം ചോദ്യമാണ്, സിമിലർ ചോദ്യമാണ്. ആംഗിൾ ഓഫ് എലിവേഷൻ ഓഫ് ടോപ്പ് ഓഫ് ടവർ ഫ്രം ദി പോയിന്റ് ഓഫ് ദി ഗ്രൗണ്ട് which is 48 away from the foot of the tower is 30 degree. Find the height of tower. ഇവിടെ ഫൂട്ട് ഓഫ് ദി ടവറിൽ നിന്നുള്ള ദൂരം അഡ്ജസൻസ് എടുത്ത് വന്നിട്ടുണ്ട് 48 മീറ്റർ എന്ന് വന്നിട്ടുണ്ട്. ഓക്കെ, ഹൈറ്റ് ഓഫ് ദി ടവർ എന്ന് വെച്ചാൽ ഓപ്പോസിറ്റ് സൈഡാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഓപ്പോസിറ്റ് സൈഡ് കണ്ടുപിടിക്കണം. അഡ്ജസൻസ് എടുത്ത് വന്നിട്ടുണ്ട് 40 തന്നിട്ടുണ്ട്, തീറ്റ 30. അപ്പോൾ ഓപ്പോസിറ്റും അഡ്ജസൻറ്റും ആണെങ്കിൽ ടാൻ തീറ്റയാണ് നമ്മുടെ ഇക്വേഷൻ. ടാൻ തീറ്റ എന്ന് വെച്ചാൽ എന്താ? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. അപ്പോൾ ടാൻ 30 ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ 48 എന്ന് വരും അല്ലേ. ടാൻ 30 എന്ന് വെച്ചാൽ എത്രയാണ്? 1/√3. സോ 1/√3 ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ 48. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് ഈക്വൽ ടു എന്ത് കിട്ടും? 48 ഡിവൈഡഡ് ബൈ √3 എന്ന് കിട്ടും. 48 ഡിവൈഡഡ് ബൈ √3. അപ്പോൾ ഇവിടെ ഓപ്ഷനിൽ 48/√3 ഉണ്ടോ? ഇല്ല. അപ്പോൾ 48/√3. അപ്പോൾ നമുക്ക് ഡിനോമിനേറ്റർ എന്താക്കാം? ഡിനോമിനേറ്റർ ന്യൂമറേറ്ററും √3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 48/√3 എന്ന് വെച്ചാൽ എന്ത് എഴുതാം? 48/√3 ഇൻറ്റു √3/√3 എന്ന് എഴുതാം അല്ലേ. 48/√3 എന്ന് വെച്ചാൽ 48 ഇൻറ്റു √3/3 എന്ന് എഴുതിക്കൂടെ. 48/√3 ഈക്വൽ ടു 48 ഇൻറ്റു √3/3. സോ 48 ഇൻറ്റു √3/3. വാട്ട് ഈസ് 48/3? 16. 16 ഇൻറ്റു √3 എന്താ? 16√3. സിമ്പിൾ. അടുത്ത ചോദ്യം. 2 poles of height 12 meter and 20 meter are fixed to the level ground. Distance between the bottom of the pole is 15 meter. What is the distance? ഈ ഒരു ഹൈറ്റ്, ഓക്കെ, ഈ ഒരു ഹൈറ്റ് 12 മീറ്റർ. ഓക്കെ, ഈ റെഡിന്റെ ഹൈറ്റ് 20 മീറ്റർ. അങ്ങനെയാണെങ്കിൽ ഈ ഒരു പാനലിന്റെ ഈ അറ്റം മുതൽ ഇതിന്റെ ടോപ്പ് വരെയുള്ള ഈ ഒരു ദൂരം ഫിഗർ കാണിച്ചു തരാം. ഓക്കെ, ഇത് 12 മീറ്റർ, ഇത് 20 മീറ്റർ, ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് 15 മീറ്റർ. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ദൂരം എന്താണെന്ന് ചോദ്യം. ഈ ദൂരം എന്താ? സിമ്പിൾ അല്ലേ. ഇത് 12 അല്ലേ, ഈ ഡിസ്റ്റൻസ് 15, ഇത് 15, ഈ ഡിസ്റ്റൻസ് എന്തായിരിക്കും? ഈ ചെറിയ ദൂരം 20 - 12 8 ആയിരിക്കില്ലേ. ഇത് 15, ഇത് 8. അങ്ങനെയാണെങ്കിൽ ഹൈപ്പോട്ടന്യൂസ് എന്തായിരിക്കും? √15. അത് റൂട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? 15ഉം 8ഉം ട്രിപ്ലറ്റ് ആണെങ്കിൽ
ഇത് 15-ഉം അല്ലേ, ഈ മഞ്ഞ ലൈൻ 15-ഉം ഈ ചെറിയ ഡിസ്റ്റൻസ് 8 ആണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും ഹൈപ്പോട്ടന്യൂസ് എന്തായിരിക്കും 17 ആയിരിക്കും. 15, 8, 17, 8, 15, 17 പൈതഗോറിയൻ ട്രിപ്ലറ്റ് എന്ന് പറയും. അല്ലെങ്കിൽ സ്ക്വയർ റൂട്ട് ചെയ്യുക, റൂട്ട് ഓഫ് 8 സ്ക്വയർ പ്ലസ് 15 സ്ക്വയർ ചെയ്ത് എന്ത് കിട്ടും? 17 എന്ന് കിട്ടും. ഓക്കെ, അടുത്ത ചോദ്യം. എ ഹോളോ spherical shell made of metal of density 11 gram per centimeter cube. Its internal and external radii are 3 cm and 6 cm. What is the weight? ഇത് നമ്മൾ ഓൾറെഡി ചെയ്തൊരു ചോദ്യമാണല്ലോ. ഇത് ഫസ്റ്റ് പാർട്ടിൽ മറ്റു ചെയ്തിട്ടുണ്ട്. ഒരു മെറ്റീരിയലിന്റെ ഡെൻസിറ്റി 11 തന്നിട്ടുണ്ട്. ആ ഒരു സിലിണ്ടർ സ്ഫെറിക്കൽ ഷെല്ലിന്റെ ഇന്റേണൽ റേഡിയസ് 3-ഉം ഔട്ടർ റേഡിയസ് 4 തന്നിട്ടുണ്ട്. വെയിറ്റ് എന്താ? അപ്പൊ നമ്മൾ എന്താ ചെയ്യുക? വെയിറ്റ് എന്ന് വെച്ചാൽ വോളിയം ഇൻറ്റു ഡെൻസിറ്റി. വോളിയം കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? 4/3 ഇൻറ്റു പൈ ഇൻറ്റു R1 ക്യൂബ് മൈനസ് R2 ക്യൂബ് എന്നൊക്കെ ചെയ്യണം. അപ്പൊ അതൊക്കെ ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ സമയം പോകും. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക? വെയിറ്റ്, ഈ വെയിറ്റ് എന്ന് വെച്ചാൽ വോളിയം ഇൻറ്റു ഡെൻസിറ്റി ആണ്. ഡെൻസിറ്റി എന്ന് വെച്ചാൽ 11 ആണ് അല്ലേ? അപ്പോൾ വെയിറ്റ് എന്ന് വെച്ചാൽ 11ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. ഇവിടെ 11ന്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഒരു ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. എങ്ങനെ 11ന്റെ മൾട്ടിപ്പിൾ കാണാം? ആൾട്ടർനേറ്റ് ഡിജിറ്റിന്റെ സമ്മ കണ്ട് സബ്ട്രാക്ട് ചെയ്താൽ മതി. ഇപ്പോൾ 8 + 1 = 9 ആണ്. 7 + 2 = 9 ആണ്. സോ ഡിഫറൻസ് എന്തായിരിക്കും? 0. 8 + 1 - 7 + 2. 9 - 1 0 കിട്ടുമ്പോൾ അത് എന്തായിരിക്കും? 11ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. ഓക്കെ, അടുത്ത ചോദ്യം. ഇവിടെ നോക്ക്. Find the circumference of the largest circle that can be inscribed in a rectangle whose dimension. അതായത് ഒരു റെക്ടാങ്കിളിന്റെ ലെങ്ത് 112 തന്നിട്ടുണ്ട്, അതിന്റെ ബ്രെത്ത് 281 തന്നിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് ഇൻസ്ക്രൈബ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ സർക്കിളിന്റെ സർക്കുംഫറൻസ് എന്താ? നമുക്കറിയാം ഈ സർക്കുംഫറൻസ് എന്ന് വെച്ചാൽ എന്താ? 2πr അല്ലേ? പൈ എന്ന് വെച്ചാൽ എന്താ? 22/7. ഈ 22/7 എന്ന് വെച്ചാൽ 11ന്റെ മൾട്ടിപ്പിൾ അല്ലേ? 22/7 എന്ന് വെച്ചാൽ 11ന്റെ മൾട്ടിപ്പിൾ അല്ലേ? അപ്പൊ 11ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും എന്ത്? സർക്കുംഫറൻസ് എന്ന് പറയുന്നത്. ഈ തന്നിരിക്കുന്ന ഓപ്ഷനിൽ 11ന്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഒരൊറ്റ ഓപ്ഷൻ ഇതല്ലേ ഉള്ളൂ, 352 അല്ലേ? 3 + 2 = 5. -5 ചെയ്യുമ്പോൾ എന്തുണ്ട്? 0 കിട്ടും. ആൾട്ടർനേറ്റ് ഡിജിറ്റിന്റെ സമ്മ് കണ്ടുപിടിക്കുക, ഡിഫറൻസ് കണ്ടുപിടിക്കുക. 0 അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഓഫ് 11 വരികയാണെങ്കിൽ അത് എന്തായിരിക്കും? 11ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. അപ്പോൾ ഇവിടെ 11ന്റെ മൾട്ടിപ്പിൾ ആയിട്ട് 352 മാത്രമേ ഉള്ളൂ. ഓക്കെ, അടുത്ത ചോദ്യം. ഈ ഒരു ചോദ്യം നോക്ക്. വോളിയം ഓഫ് സിലിണ്ടർ തന്നിട്ടുണ്ട്, ഹൈറ്റ് തന്നിട്ടുണ്ട്, ടോട്ടൽ സർഫസ് ഏരിയ എന്താണെന്നല്ലേ ചോദ്യം. റൗണ്ട് ഓഫ് U2 നെക്സ്റ്റ് ഇൻഡിജർ എന്നൊക്കെ പറയുന്നുണ്ട്. ടോട്ടൽ സർഫസ് ഏരിയ എന്ന് വെച്ചാൽ എന്താ? ഒരു സിലിണ്ടറിന്റെ 2πr × r+h അല്ലേ? അല്ലേ? അപ്പൊ അവിടെയും പൈ എന്ന് പറയുന്ന ടേംസ് വരുന്നുണ്ട്. പൈ വരുന്നുണ്ടോ? അവിടെ എന്തായിരിക്കും? 22/7 ഉണ്ടാവും. 22/7 ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? 11ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. തന്നിരിക്കുന്ന ഓപ്ഷനിൽ 11ന്റെ മൾട്ടിപ്പിൾ ഏതാ ഉള്ളത്? 1980 മാത്രമല്ലേ ഉള്ളൂ അല്ലേ? ഒറ്റ പ്ലസ് 1 9, 9 + 0 9, ഡിഫറൻസ് 0. ഇത് നിങ്ങൾ 2πr × r+h ഒക്കെ ചെയ്ത് കഴിയുമ്പോഴേക്കും ചിലപ്പോൾ സമയം എത്ര പോകുമെന്ന് അറിയില്ല. അതുകൊണ്ട് നിങ്ങളൊരു ഓപ്ഷൻ, ക്വസ്റ്റ്യൻ കാണുമ്പോൾ ആദ്യം ഓപ്ഷൻസ് കൂടി ശ്രദ്ധിക്കുക. എല്ലാ ക്വസ്റ്റ്യൻ ഇങ്ങനെ വരില്ല, പക്ഷെ ഇങ്ങനെയും വരാം. ഇങ്ങനെ ചോദ്യങ്ങൾ വന്നിരിക്കുന്നതുകൊണ്ടാണല്ലോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അടുത്ത ചോദ്യം. ഇവിടെയും എന്താ കണ്ടുപിടിക്കുന്നത്? വോളിയം ഓഫ് സിലിണ്ടർ കണ്ടുപിടിക്കാൻ പറയുന്നത് അല്ലേ? ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് സിലിണ്ടർ 396, റേഡിയസ് വന്നിട്ടുണ്ട്. വോളിയം ഓഫ് സിലിണ്ടർ എന്താ? πr² അല്ലേ? അപ്പൊ ഇവിടെ പൈന്റെ വാല്യൂ 22/7 ആണ്. 11ന്റെ മൾട്ടിപ്പിൾ ആണ്. 11ന്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഒരൊറ്റ ഓപ്ഷൻ അല്ലേ ഉള്ളൂ, 308. സിമ്പിൾ. എങ്ങനെയുണ്ട്? അടുത്ത ചോദ്യം. വീണ്ടും ഡയമീറ്റർ ഓഫ് ബേസ് തന്നിട്ടുണ്ട്, സ്ലാൻഡ് ഹൈറ്റ് തന്നിട്ടുണ്ട് കോണിന്റെ. അങ്ങനെയാണെങ്കിൽ വോളിയം ഓഫ് ദി കോൺ നമുക്കറിയാം 1/3 πr²h ആണ്. പൈന്റെ മൾട്ടിപ്പിൾ 11ന്റെ മൾട്ടിപ്പിൾ ഏതാ നോക്കിയാൽ മതി. തന്നിരിക്കുന്ന ഓപ്ഷനിൽ 11ന്റെ മൾട്ടിപ്പിൾ ഏതാ? 26400 അല്ലേ? 4 × 6, 6 - 6 0. ഓക്കെ, കണ്ട. ഇതിപ്പോൾ നമ്മൾ 6 7 ക്വസ്റ്റ്യൻ 5 ക്വസ്റ്റ്യൻസിന് കൂടുതലായി അല്ലേ ഈ ഒരു മെൻസുറേഷൻ എന്ന് പറയുന്ന ഭാഗത്ത് നിന്നും. പക്ഷെ എനിക്ക് ഇത് ചെയ്യാൻ 2 മിനിറ്റ് പോലും വേണ്ടല്ലോ ഇത് കണ്ടുപിടിക്കാൻ. ഒക്കെയാണ് സംഭവം. അടുത്തത്, fourth proportion 394 is same as third proportion to a and 12. What is the value of a? അപ്പോൾ ഫോർത്ത് പ്രൊപ്പോർഷൻ നമുക്കറിയാം ABCD അതിൽ ഡി എന്ന് പറയുന്നത് പ്രൊപ്പോർഷൻ ആണെങ്കിൽ ഡീനെ വിളിക്കുന്നവരാണ് ഫോർത്ത് പ്രൊപ്പോർഷൻ. എ എന്ന് വെച്ചാൽ ഫസ്റ്റ് പ്രൊപ്പോർഷൻ, ബി എന്ന് വെച്ചാൽ സെക്കൻഡ് പ്രൊപ്പോർഷൻ, സി എന്ന് വെച്ചാൽ തേർഡ് പ്രൊപ്പോർഷൻ, ഡി എന്ന് വെച്ചാൽ ഫോർത്ത് പ്രൊപ്പോർഷൻ. അപ്പോൾ നമുക്കറിയാം 4 നമ്പേഴ്സ് ABCD പ്രൊപ്പോർഷൻ ആണെങ്കിൽ AD = BC ആണ്. AD = BC. ഇപ്പോൾ ഡീന്റെ വാല്യൂ എന്തായിരിക്കും? AD 3D = 9 × 4 എന്ന് കിട്ടും. 3D = 9 × 4 36. 3D = 36 ആണെങ്കിൽ ഫോർത്ത് പ്രൊപ്പോർഷൻ എന്ന് വെച്ചാൽ എന്താ? 36/3 ആയിരിക്കും അല്ലേ? ഫോർത്ത് പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത് 9 × 4 ÷ 3 BC/D ചെയ്താൽ മതി. AD = BC.
BC by D 9 into 4 by 3 12 എന്ന് കിട്ടും. ഇനി ആ 12 എന്ന് പറയുന്നത് എന്താണ്? എൻ്റെയും ഇവിടെ A12 അതിൻ്റെ മീൻ പ്രൊപ്പോർഷനാണ് അല്ലേ? എൻ്റെയും 12 തേർഡ് പ്രൊപ്പോർഷൻ സെയിം ആസ് തേർഡ് പ്രൊപ്പോർഷൻ. ഓക്കെ സോറി. ഇതിൻ്റെ നമുക്ക് ഓൾറെഡി ഫോർത്ത് പ്രൊപ്പോർഷൻ 12 കിട്ടി. ആ 12 എന്ന് പറയുന്നത് എൻ്റെയും 12ൻ്റെയും തേർഡ് പ്രൊപ്പോർഷനാണ്. എന്ന് വെച്ചാൽ A12 ABC A B എന്ന് വെച്ചാൽ ഇവിടെ 12 C എന്ന് പറയുന്നത് എന്താണ്? ഇവിടുത്തെ 12 C എന്ന് പറയുന്നത് 12 അപ്പോൾ എയും 12 പ്രൊപ്പോർഷൻ ആണെങ്കിൽ എൻ്റെ വാല്യൂ എന്തായിരിക്കും? 12 തന്നെ ആയിരിക്കും അല്ലേ? ABC പ്രൊപ്പോർഷൻ ആണെങ്കിൽ B സ്ക്വയർ ഈക്വൽ ടു AC ആവണ്ടേ? ഇവിടെ B എന്ന് വെച്ചാൽ 12 സ്ക്വയർ ഈക്വൽ ടു A ഇൻറ്റു 12 കിട്ടും. അപ്പോൾ A ഈക്വൽ ടു 12 അല്ലേ? സി നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഞാൻ ഒന്നുകൂടി പറയാം. ഈ സാധനം അതായത് 394 അതിൽ 4ാമത്തെ നമ്പർ എന്ന് പറയുന്നത് A12 എന്ന് പറയുന്നതിൻ്റെ 3ാമത്തെ നമ്പറിന് ഈക്വൽ ആണ്. അപ്പോൾ 394 പ്രൊപ്പോർഷൻ ആണെങ്കിൽ അതിൽ 4ാമത്തെ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ് പിടിക്കാം? 9 into 4 by 3 36 by 3 12. ആ 12 എന്ന് പറയുന്നത് ഈ സീരീസിൻ്റെ 3ാമത്തെ നമ്പറാണ്. A12 പിന്നെ 3ാമത്തെ നമ്പർ എന്താണ്? 12 ആണ്. അപ്പോൾ അവിടുത്തെ ഫസ്റ്റ് പ്രൊപ്പോർഷൻ A എന്താണെന്ന് ചോദ്യം. A തന്നെ ആയിരിക്കും 12 തന്നെ ആയിരിക്കും 12 തന്നെ ആയിരിക്കും 3 നമ്പറും അല്ലേ? B സ്ക്വയർ ഈക്വൽ ടു AC എന്നുള്ള കൺസെപ്റ്റ്. അടുത്ത ചോദ്യം, ഒരു റെക്ടാങ്കുലർ ഫീൽഡിന്റെ ലെങ്ത് 2A plus 2 root 5 by 4 ബ്രെത്ത് A minus root 5 by 2 ആണെങ്കിൽ ഏരിയ ഓഫ് ദി റെക്ടാങ്കുലർ ഫീൽഡ് എന്താണെന്നാണ് ചോദ്യം. ഏരിയ. ഓക്കെ, നമുക്കറിയാം ഏരിയ എന്ന് വെച്ചാൽ ലെങ്ത് ഇൻറ്റു ബ്രെത്ത് ആണ് അല്ലേ? അപ്പോൾ ഈ ഒരു സാധനം ഇൻറ്റു ഈ ഒരു സാധനം ചെയ്താൽ മതി. പക്ഷെ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ നമുക്ക് എന്ത് ചെയ്യുക? എക്ക് 0 ഇട്ട് കൊടുക്കാം. എക്ക് 0 ഇട്ട് കൊടുത്താൽ ലെങ്ത് ഈക്വൽ ടു 2 root 5 by 4 ലെങ്ത് root 5 by 2 എന്ന് വരും. ബ്രെത്ത് മൈനസ് root 5 by 2 എന്ന് വരും. എക്ക് 0 ഇട്ട് കൊടുക്കുക. ലെങ്ത് ഈക്വൽ ടു √5 ഡിവൈഡഡ് ബൈ 2 എന്ന് വരും. 2/4 കട്ട് ചെയ്താൽ √5 by 2. ബ്രെത്ത് മൈനസ് √5 by 2. അപ്പോൾ ഏരിയ എന്തായിരിക്കും? ലെങ്ത് ഇൻറ്റു ബ്രെത്ത് √5 by 2 ഇൻറ്റു മൈനസ് √5 by 2. വാട്ട് ഈസ് √5 by 2 ഇൻറ്റു മൈനസ് √5 by 2? മൈനസ് 5/4. അപ്പോൾ എക്ക് 0 ഇട്ട് കൊടുത്താൽ മൈനസ് 5/4 എവിടെ വരുന്നത് നോക്കിയാൽ മതി. എക്ക് 0 ഇട്ട് കൊടുത്താൽ ഇവിടെ മൈനസ് 5/2 വരും. എക്ക് 0 ഇട്ട് കൊടുത്താൽ ഇവിടെ എന്ത് കിട്ടും? മൈനസ് 5/4 വരും. എക്ക് 0 ഇട്ട് കൊടുത്താൽ മൈനസ് 5/4 വരുന്നത് ഒറ്റ ഓപ്ഷനുള്ളൂ, ഓപ്ഷൻ 2. ക്ലിയർ ആണോ? അടുത്ത ചോദ്യം, 3 numbers are the ratio 1:3:5. Their LCM is 285. Then their HCF. 3 നമ്പറിന്റെ റേഷ്യോ 1:3:5 ആണ്. LCM 285 ആണെങ്കിൽ HCF എന്താണെന്നാണ് ചോദ്യം. അപ്പം ഇങ്ങനത്തെ ഒരു ചോദ്യം വരുമ്പോൾ ഇത് റിപ്പീറ്റഡ് കുറെ ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ എന്താ ചെയ്യുക? ഈ തന്നിരിക്കുന്ന റേഷ്യോ മിക്കവാറും എന്തായിരിക്കും? കോപ്രൈംസ് ആയിരിക്കും. എന്ന് വെച്ചാൽ ഇതിന്റെ ഹൈസ്റ്റ് 135 എന്ന് വെച്ചാൽ അതിന്റെ ഹയർ മൾട്ടിപ്പിൾ എന്ന് പറയുന്നത് ആ 1 തന്നെ ആയിരിക്കും അല്ലെ? കോമൺ ആയിട്ട് മൾട്ടിപ്പിൾ ഒന്നും ഇല്ല. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? കോപ്രൈംസ് എന്ന് പറയുന്നത്. അപ്പോൾ 135 എന്ന് പറയുന്നത് കോപ്രൈംസ് ആണ്. ഓക്കെ, അപ്പോൾ 3 നമ്പർ കോപ്രൈംസ് 135 ആണ്. LCM 285 ആണെങ്കിൽ HCF കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? 285 ഡിവൈഡഡ് ബൈ ഇത് 3 കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതായത് 285 ഡിവൈഡഡ് ബൈ 1 into 3 into 5. 285 divided by 1 into 3 into 5. 285 divided by എന്ത് വരും? 15. 285 divided by 15 എന്ന് വെച്ചാൽ 19. 285 divided by ഇത് 3 കൂടി മൾട്ടിപ്ലൈ ചെയ്ത് എന്ത് കിട്ടും? 19 എന്ന് കിട്ടും. ഓക്കെ, അടുത്ത ചോദ്യം. ഇപ്പം അതുപോലെ ഒരു ചോദ്യമല്ലേ? 3 നമ്പർ 5, 4, 3 കോപ്രൈംസ് ആണ്. LCM 4980 ആണ്. HCF എന്താ ചെയ്യുക? 4980 ഡിവൈഡഡ് ബൈ 5 into 4 into 3. 4980 ഡിവൈഡഡ് ബൈ 60. 4980 ഡിവൈഡഡ് ബൈ 60 അല്ലെങ്കിൽ 498 ഡിവൈഡഡ് ബൈ 6. 498 ഡിവൈഡഡ് ബൈ 6 എത്രയാ? 83. 83 ഓപ്ഷൻ 2. സിമ്പിൾ അല്ലേ? അടുത്ത ചോദ്യം, if the ratio of 2 numbers is 18:5, രണ്ട് നമ്പറിന്റെ റേഷ്യോ 18:5 ആണ്. അവർ തമ്മിൽ പ്രോഡക്റ്റ് ഓഫ് LCMഉം ആ രണ്ട് നമ്പറിന്റെ LCMഉം HCFും കൂടി മൾട്ടിപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് എന്ത് കിട്ടും? 360 കിട്ടും. അങ്ങനെയാണെങ്കിൽ ആ LCMന്റെയും HCFന്റെയും റെസിപ്രോക്കലിന്റെ സം എന്താ? അതായത് LCM X ആണെന്ന് വിചാരിക്കുക, HCF Y ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ 1/x + 1/5 എന്താണെന്നാണ് ചോദ്യം. കൺസെപ്റ്റ് മനസ്സിലായോ? LCM X ആണെന്ന് വിചാരിക്കുക, HCF Y ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ 1/x + 1/5 വൈൻ്റെ വാല്യൂ എന്താ? നമുക്കറിയാം 1/x + 1/y എന്ന് പറയുന്നത് എന്താ? x + y ഡിവൈഡഡ് ബൈ xy അല്ലേ? 1/x + 1/y എന്ന് പറയുന്നത് x + y ഡിവൈഡഡ് ബൈ xy അല്ലേ?
ഇവിടെ XY എന്നുള്ളത് തന്നിട്ടുണ്ട് 360. അപ്പോൾ നമ്മുടെ ഡിനോമിനേറ്ററിൽ XY ആണ് 360 അല്ലെങ്കിൽ അതിൻ്റെ ഫാക്ടറോ ആയിരിക്കും. 360 അല്ലെങ്കിൽ അതിൻ്റെ ഫാക്ടർ ആയിരിക്കും എന്ത് വരുന്നത് ഡിനോമിനേറ്റർ വരുന്നത്. അപ്പോൾ ഇവിടെ 360 ഇല്ല, പക്ഷെ അതിൻ്റെ ഫാക്ടർ 180 ഉണ്ട്. അപ്പോൾ നമ്മുടെ ഉത്തരം എന്താ 180 ആണ്. എങ്ങനെ സെറ്റ് അല്ലേ? 1/x + 1/y എന്ന് വെച്ചാൽ x + y/xy. അതിൽ xy എന്ന് വെച്ചാൽ 360 എന്നുണ്ട്. അപ്പോൾ ഡിനോമിനേറ്ററിൽ ഒന്നെങ്കിൽ 360 വരണം അല്ലെങ്കിൽ അതിൻ്റെ ഫാക്ടർ വരണം 180. ഓക്കെ, അടുത്ത ചോദ്യം. അപ്പം അതുപോലെ ഒരു ചോദ്യം അല്ലേ. സമ്മ് പ്രോഡക്റ്റ് 432 തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇതിൻ്റെ പ്രസക്തി ഇല്ല. 3:16. 1/LCM + 1/HCF, അതായത് x + y/xy. XY എന്നുള്ളത് എന്താ 432. അപ്പോൾ ഡിനോമിനേറ്ററിൽ ഒന്നെങ്കിൽ 432 വരണം അല്ലെങ്കിൽ അതിൻ്റെ എന്തായിരിക്കും ഒരു ഫാക്ടർ ആയിരിക്കും. അപ്പോൾ ഇവിടെ 432 151 എന്ന് വെച്ചാൽ 432 ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. 145 അതിൽ പോവില്ല. 144 പോവും അല്ലേ? 144 × 3 അല്ലേ 432. 144 × 3 ആണ് 432. സോ നമ്മുടെ ആൻസർ എന്താ? ഓപ്ഷൻ 3. ക്ലിയർ ആണോ? വീണ്ടും കണ്ടോ അടുത്ത ചോദ്യം. ഇവിടെ നോക്ക് 119 ആണ്. പ്രോഡക്റ്റ് എന്ന് പറയുന്നത് 119. നമ്മുടെ ഡിനോമിനേറ്ററിൽ എന്ത് വരണം? XY. ഒന്നെങ്കിൽ പ്രോഡക്റ്റ് 119 വരണം അല്ലെങ്കിൽ അതിൻ്റെ ഫാക്ടർ വരണം. 119 ഡയറക്റ്റ് ആയിട്ട് വരുന്ന ഒറ്റ ഓപ്ഷൻ ഉണ്ട്. സോ അതായിരിക്കും ആൻസർ. ഓക്കെ, അടുത്ത ചോദ്യം. സം ഓഫ് ടു പോസിറ്റീവ് നമ്പേഴ്സ് x ആൻഡ് y. രണ്ട് നമ്പറിന്റെ സം എന്ന് പറയുന്നത് 15 ആണ്. അവർ തമ്മിലുള്ള പ്രോഡക്റ്റ് 36 ആണ്. അങ്ങനെയാണെങ്കിൽ അവർ തമ്മിലുള്ള ഡിഫറൻസ്, അതായത് കൂട്ടിയാൽ 15 കിട്ടണം, ഗുണിച്ചാൽ 36 കിട്ടണം. ഡിഫറൻസ് സബ്ട്രാക്ട് ചെയ്താൽ എന്ത് കിട്ടും എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്കറിയാം 36 എന്ന് പറയുന്നത് 9 × 4 ആണ്. 9 × 4. പക്ഷെ 9 + 4 15 ആണോ? അല്ല. ശരി, 36 എന്ന് വെച്ചാൽ 12 × 3 ആണ്. 12 × 3 36. 12 + 3 എന്ന് വെച്ചാൽ എന്താ? 15. അപ്പോൾ അവർ പറയുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. 12 + 3 15, 12 × 3 36. അപ്പോൾ ഡിഫറൻസ് 12 - 3. വാട്ട് ഈസ് 12 - 3? 9. സിമ്പിൾ. അടുത്ത ചോദ്യം. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്താണല്ലോ ഇതുപോലത്തെ ചോദ്യങ്ങൾ. സെല്ലിംഗ് പ്രൈസ് ഓഫ് 34 ബുക്സ് ഈസ് ഈക്വൽ ടു കോസ്റ്റ് പ്രൈസ് ഓഫ് 17 ബുക്സ്. ഫൈൻഡ് ഓഫ് ലോസ് ഓർ ഗെയിൻ. 17 ബുക്ക് വാങ്ങിയ വിലയ്ക്ക് 34 ബുക്കാണ് വിറ്റത്. 17 ബുക്ക് വാങ്ങിയ വിലയ്ക്ക് 34 ബുക്ക് വിറ്റു. സോ ഡെഫിനറ്റ് ആയിട്ട് അവിടെ എന്താണ്? ലോസ് ആണ്. 34 ബുക്ക് വിറ്റപ്പോൾ അവിടെ 17 ബുക്ക് ലോസായി. 34 ബുക്ക് വിറ്റപ്പോൾ അവിടെ എന്തായി? 17 ബുക്ക് ലോസായി. അപ്പോൾ ലോസ് പെർസെൻറ്റേജ് എന്തായിരിക്കും? 17/34. 1/2. 1/2 എന്ന് വെച്ചാൽ 50%. 50% എന്തായിരിക്കും? ലോസ് ആയിരിക്കും. ഓക്കെ, അടുത്ത ചോദ്യം. ഒരാൾ 1 രൂപയ്ക്ക് 7 നാരങ്ങ വാങ്ങി 75% ലാഭം കിട്ടുമെങ്കിൽ 1 രൂപയ്ക്ക് എത്ര നാരങ്ങ വിൽക്കണം? 1 രൂപയ്ക്ക് 7 നാരങ്ങ വാങ്ങി 75% ലാഭം കിട്ടുമെങ്കിൽ 1 രൂപയ്ക്ക് എത്ര എണ്ണം വിൽക്കണം? നിങ്ങൾ ഒരു കാര്യം ആലോചിക്കുക. 1 രൂപയ്ക്ക് 7 എണ്ണം വാങ്ങി. 75% പ്രോഫിറ്റ് എന്ന് വെച്ചാൽ അർത്ഥം എന്താ? 7 എണ്ണം 1.7 റുപ്പീസിനാണ് വിറ്റത്. 1 രൂപയ്ക്ക് 7 എണ്ണം വാങ്ങിയിട്ട് 1.75 രൂപയ്ക്ക് 7 എണ്ണം വിറ്റു. 1.75 രൂപയ്ക്ക് 7 എണ്ണം വിറ്റു. അപ്പോൾ 1 രൂപയ്ക്ക് എത്ര എണ്ണം വിൽക്കും? 7 / 1.75. 7 / 1.75 എത്ര? 7 / 1.75 4 ആയിരിക്കും ഉത്തരം. ഓക്കെ, ഇത് നേരെ തിരിച്ചാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തതാണ് ഇതുപോലത്തെ. 1 രൂപയ്ക്ക് 5 എണ്ണം വാങ്ങി 40% ലാഭം കിട്ടുമെങ്കിൽ 1 രൂപയ്ക്ക് എത്ര എണ്ണം വാങ്ങണം എന്നാണ് ചോദ്യം. 40% ലാഭം കിട്ടണമെങ്കിൽ 1 രൂപയ്ക്ക് എത്ര എണ്ണം വാങ്ങണം? ഈ 40% എന്ന് വെച്ചാൽ എത്രയാണ്? 2/5 അല്ലേ? 40/100 2/5 അല്ലേ? 40/100 2/5. അപ്പോൾ 5 എണ്ണം വാങ്ങുമ്പോൾ 2 എണ്ണം വിറ്റത് ലാഭം കിട്ടണം അല്ലേ? അപ്പോൾ മൊത്തം അയാൾ 5 എണ്ണമാണ് വിറ്റിരിക്കുന്നത്. ഓക്കെ, 40% ലാഭം. 40% ലാഭം എന്ന് വെച്ചാൽ 2/5. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? 5 ഡിനോമിനേറ്ററിലുണ്ട് വാങ്ങിയത്. ഓക്കെ, വിറ്റതാണ് നമുക്ക് ഡിനോമിനേറ്ററിൽ 5 ഉള്ളത്. അപ്പോൾ ന്യൂമിനേറ്ററിൽ 2 കൂടി കൂട്ടിയാൽ മതി. 5 + 2 7 കിട്ടും. 5 + 2 7. ഓക്കെ, ഞാൻ കഴിഞ്ഞ ക്ലാസ് ഡീറ്റെയിൽ ആയിട്ട് 2-3 എക്സാമ്പിളൊക്കെ വെച്ച് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ പാർട്ട് 2-ൽ. അടുത്ത ചോദ്യം നോക്കുക. x + y 14 x × y 45 ആണെങ്കിൽ x⁴ + y⁴ എന്താ? ഓക്കെ, x + y 14 x × y 45. ഇപ്പോൾ 45 എന്ന് പറയുമ്പോൾ തന്നെ ആലോചിക്കുക. 9 × 5 45. 9 + y 14 ആണ്. കറക്റ്റാണ്. അപ്പോൾ x 9 y 5 ആണ്. അപ്പോൾ അവിടെ 9⁴ + 5⁴.
9⁴ പ്ലസ് 5⁴. നമുക്കറിയാം 9⁴ എന്ന് വെച്ചാൽ യൂണിറ്റ് ഡിജിറ്റ് 1 ആയിരിക്കും. 9⁴ എന്ന് വെച്ചാൽ 9 സ്ക്വയർ 81 അല്ലേ? അപ്പോൾ 81 × 81 യൂണിറ്റ് ഡിജിറ്റ് 1 ആയിരിക്കും. 5⁴ എന്ന് വെച്ചാലോ യൂണിറ്റ് ഡിജിറ്റ് 5 ആയിരിക്കും. ഇവിടുത്തെ യൂണിറ്റ് ഡിജിറ്റ് 1, ഇവിടുത്തെ യൂണിറ്റ് ഡിജിറ്റ് 5. സോ 1 + 5 = യൂണിറ്റ് ഡിജിറ്റ് എന്ത് കിട്ടും? 6 കിട്ടും. ഓപ്ഷൻ 4. അടുത്തത്, ലെങ്ത് ഓഫ് റെക്ടാങ്കുലർ പാർക്ക് ഈസ് 27 മീറ്റർ മോർ ദാൻ ഇറ്റ്സ് ബ്രെത്ത്. ഏരിയ തന്നിട്ടുണ്ട് 2268. ഇറ്റ്സ് ബ്രെത്ത്, അത് ലെങ്ത് എന്ന് വെച്ചാൽ ബ്രെത്തിനേക്കാളും 27 കൂടുതലാണ്. ഏരിയ 2268. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ലെങ്ത് ഇൻറ്റു ബ്രെത്ത് അതാണ് ഏരിയ. ലെങ്ത് ഇൻറ്റു ബ്രെത്ത് ആണ് ഏരിയ. അതിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് 8 കിട്ടണം. ലെങ്ത് ഇൻറ്റു ബ്രെത്ത് ചെയ്യുമ്പോൾ യൂണിറ്റ് ഡിജിറ്റ് എന്ത് കിട്ടണം? 8 കിട്ടണം. അപ്പോൾ ലെങ്ത് ബ്രെത്തിനേക്കാളും 27 കൂടുതലാണ്. അപ്പോൾ ബ്രെത്ത് ഇവിടെ നോക്കും 36 തന്നിട്ടുണ്ട്. ബ്രെത്ത് 36 ആണെങ്കിൽ ലെങ്ത് എന്തായിരിക്കും? 36 + 27. യൂണിറ്റ് ഡിജിറ്റ് മാത്രം നോക്കുക. അപ്പോൾ ഇവിടെ ലെങ്ത്തിന്റെ യൂണിറ്റ് ഡിജിറ്റ് 6, ബ്രെത്തിന്റെ യൂണിറ്റ് ഡിജിറ്റ് 6. അപ്പോൾ ലെങ്ത്തിന്റെ യൂണിറ്റ് ഡിജിറ്റ് എന്തായിരിക്കും? 6 + 7 3 ആയിരിക്കും. ബ്രെത്തിന്റെ യൂണിറ്റ് ഡിജിറ്റ് 3. അപ്പോൾ ലെങ്ത് ഇൻറ്റു ബ്രെത്ത് ചെയ്യുമ്പോൾ 6 × 3 18. അപ്പോൾ 8 കിട്ടും. ഇവിടെ കണ്ടോ? 8 കിട്ടും. വേറെ ഏത് ഓപ്ഷൻ ചെക്ക് ചെയ്താലും നിങ്ങൾക്ക് അത് കിട്ടില്ല. ഇവിടെ നോക്ക്, ഫോർ എക്സാമ്പിൾ 38 നോക്കുക. 38ന്റെ കൂടെ 27 ചേർത്തി എന്ന് വിചാരിക്കുക. ഓക്കെ, 38ന്റെ കൂടെ 27 ചേർത്ത് എത്ര കിട്ടും? യൂണിറ്റ് ഡിജിറ്റ് 5 കിട്ടും. 5 × 8 ചെയ്യുമ്പോൾ യൂണിറ്റ് ഡിജിറ്റ് 0 കിട്ടുള്ളൂ. മനസ്സിലായോ? 23 നോക്കൂ. 23ന്റെ കൂടെ 27 ചേർത്ത് എന്ത് കിട്ടും? 0 കിട്ടും അല്ലേ? 0 × 3 ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ യൂണിറ്റ് ഡിജിറ്റ് 8 കിട്ടില്ല. അതാണ് സംഭവം. അടുത്ത ചോദ്യം, സം ആൻഡ് പ്രോഡക്റ്റ് ഓഫ് ഓൾ റൂട്ട്സ്. ഇവിടെ സം ഓഫ് ദി റൂട്ട് എന്താ, പ്രോഡക്റ്റ് ഓഫ് ദി റൂട്ട് എന്താ? ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ തന്നിരിക്കുന്ന ഒരു ക്യൂബിക് പോളിനോമിയലാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ലൈക്ക് സം ഓഫ് ദി റൂട്ട് എന്ന് വെച്ചാൽ ഇവിടെ എന്തായിരിക്കും? -b/a. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലേ, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ സം ഓഫ് ദി റൂട്ട് -b/a, പ്രോഡക്റ്റ് സം ഓഫ് ദി റൂട്ട് -b/a, പ്രോഡക്റ്റ് ഓഫ് ദി റൂട്ട് എന്താ? c/a. അതേപോലെ ഒരു ക്യൂബിക് പോളിനോമിയൽ, ഇങ്ങനെയാണ് നിങ്ങളുടെ ക്യൂബിക് പോളിനോമിയൽ എന്ന് വിചാരിക്കുക. അതിന്റെ സം ഓഫ് ദി റൂട്ട് -b/a ആയിരിക്കും. സം ഓഫ് ദി റൂട്ട് x² കോഎഫിഷ്യന്റ് ബൈ x³ കോഎഫിഷ്യന്റ് ഇൻറ്റു -1 ആയിരിക്കും. പ്രോഡക്റ്റ് ഓഫ് ദി റൂട്ടിന്റെ എന്താ? d/a. പ്രോഡക്റ്റ് ഓഫ് ദി റൂട്ട് -d/a. ഓക്കെ, അപ്പോൾ -d/a. സം എന്ന് വെച്ചാൽ -8/4 എന്ന് വരും. ഓൾറെഡി -b എന്ന് വെച്ചാൽ എന്താ? -8/4 8/4 2 കിട്ടും. സം ഈക്വൽ ടു 2 കിട്ടും. പ്രോഡക്റ്റ് ഓഫ് ദി റൂട്ട് -d/a -19/4. ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. ഓക്കെ, അടുത്തത്, at what rate of interest per year will sum of money double itself in 5 years on simple interest? ഓക്കെ, സം ഓഫ് മണി 5 വർഷം കൊണ്ട് ഡബിൾ ആവണം. ഈ ഡബിൾ ആവണമെന്ന് വെച്ചാൽ അർത്ഥം എന്താ? 100 രൂപ ഇട്ടാൽ നിങ്ങൾക്ക് 200 രൂപ കിട്ടണം 5 വർഷം കൊണ്ട്. 100 രൂപ ഇട്ടാൽ 200 രൂപ കിട്ടണം 5 വർഷം കൊണ്ട്. എന്ന് വെച്ചാൽ 5 വർഷം കൊണ്ട് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് എത്ര കിട്ടും? 5 വർഷം കൊണ്ട് ഇൻട്രസ്റ്റ് 100 രൂപ. 100 രൂപ 5 വർഷം കഴിയുമ്പോൾ 200 രൂപയാകും. 5 വർഷം കിട്ടുന്ന നിങ്ങളുടെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 100 രൂപയാണ്. 5 വർഷത്തേക്ക് 100 രൂപയാണെങ്കിൽ ഒരു വർഷത്തേക്ക് എത്രയായിരിക്കും? 20 രൂപയല്ലേ? 5 വർഷത്തേക്ക് 100 രൂപയാണെങ്കിൽ പലിശ ഒരു വർഷത്തേക്ക് 20% അല്ലേ? 20 രൂപ. ആ 20 രൂപയാണ് എന്ത്? നമ്മുടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 20%. ക്ലിയർ ആണോ? അതായത് നിങ്ങൾ സം ഓഫ് മണി ഡബിൾ ചെയ്യുന്നു 5 വർഷത്തിൽ. 100 രൂപ ഇട്ട് 5 വർഷം കഴിയുമ്പോൾ 200 രൂപയാവും. അപ്പോൾ ഒരു വർഷത്തേക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റിനെ വിളിക്കുന്ന പേരാണെന്ത്? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. 1 രൂപയ്ക്കാണെങ്കിൽ ഒരു വർഷത്തേക്കാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? 20 രൂപയായിരിക്കും കിട്ടുന്നത്. 5 വർഷത്തേക്ക് 100 രൂപ പലിശ കിട്ടിയാൽ ഒരു വർഷത്തേക്ക് 20 രൂപ കിട്ടും. 20% ഇൻട്രസ്റ്റ്. ഓക്കെ, അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോയിങ് നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ ബോത്ത് 27 and 19? 27 കൊണ്ടും 19 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ. ഈ 27 കൊണ്ട് ഡിവൈഡ് ചെയ്യാന്ന് വെച്ചാൽ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യണം എന്നല്ലേ അർത്ഥം? 27 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണം. തന്നിരിക്കുന്ന നമ്പറിൽ 9 കൊണ്ട് സം ഓഫ് ഡിജിറ്റ് 9 കിട്ടുന്ന ഒറ്റ നമ്പറേ ഉള്ളൂ. ഓപ്ഷൻ 3. 4 3 7 7 3 10 10 7 17 1 18 8 1 9. അപ്പം 9ന്റെ മൾട്ടിപ്പിൾ കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? സം ഓഫ് ഡിജിറ്റ് 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത് നോക്കിയാൽ മതി. ബാക്കി ഏത് ചെയ്താലും നിങ്ങൾക്ക് എന്ത് കിട്ടില്ല? സം ഓഫ് ഡിജിറ്റ് 9 കിട്ടില്ല. ഓക്കെ, അടുത്ത ചോദ്യം ഇതുപോലത്തെ ഒരു ചോദ്യമാണ്. വിച്ച് ഓഫ് ദി നമ്പർ ഇസ് ഡിവിസിബിൾ ബൈ ബോത്ത് 43 and 32? 43 കൊണ്ടും 32 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റണം. അപ്പോൾ 32 കൊണ്ട് ഡിവൈഡ് ചെയ്യാന്ന് വെച്ചാൽ അർത്ഥം എന്താ? 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണ്ടേ? 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ അർത്ഥം എന്താ? ലാസ്റ്റ് 3 നമ്പർ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നോക്കിയാൽ മതി. ലാസ്റ്റ് 3 നമ്പർ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത് ഇത് മാത്രമേ ഉള്ളൂ അല്ലേ? ലാസ്റ്റ് 3 നമ്പർ അല്ലെങ്കിൽ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ നോക്കാം. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇതും വരും ഇതും വരും.
അപ്പോൾ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത് 136,224 ആയിരിക്കും. 224 ഡിവൈഡഡ് ബൈ 8. ഓക്കെ, അടുത്ത ചോദ്യം. നല്ലൊരു ചോദ്യമാണ്. എ മാൻ കവേഴ്സ് എ ഡിസ്റ്റൻസ് 819 km, 1476 km, 1053 km at a speed 60 km/h, 80 km/h, 81 km/h. ആവറേജ് 54 ആണെങ്കിൽ അയാളുടെ എക്സിൻ്റെ വാല്യൂ എന്താ? അതായത് ഒരാൾ 819 കിലോമീറ്റർ 63 km/h പോകുന്നത്, 1476 കിലോമീറ്റർ എക്സ് km/hലും 1053 കിലോമീറ്റർ 81 km/h പോകുന്നതെങ്കിൽ എക്സിൻ്റെ വാല്യൂ എന്താ? അയാളുടെ ആവറേജ് എന്ന് പറയുന്നത് 54 നിന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, എല്ലാം ഹോൾ നമ്പർ ആയിട്ടാണ് വന്നിരിക്കുന്നല്ലേ. അപ്പോൾ 819 എന്ന് പറയുന്നത് 63 സ്പീഡ്, 1476 എക്സ്. അപ്പോൾ ഈ എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 1476 ഒരു ഫാക്ടർ ആയിരിക്കും. എക്സ് എന്ന് പറയുന്നത് 1476 ഫാക്ടർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ തന്നിരിക്കുന്ന നമ്പർ ഏതാണ് 1476 കംപ്ലീറ്റ് ഡിവിസിബിൾ ആണെന്ന് നോക്കിയാൽ മതി. 1476 ഈ തന്നിരിക്കുന്നതിൽ ഡിവിസിബിൾ ആയിട്ടുള്ള 4 നമ്പർ ഏതായിരിക്കും? 41. കാരണം ഈ 1476 ഇപ്പോൾ 4 1 5 5 12, ഈ 1476 എന്ന് വെച്ചാൽ 9ന്റെ മൾട്ടിപ്പിളാണ്. 1476 എന്ന് വെച്ചാൽ, അപ്പോൾ നമ്മൾ ആദ്യം 9 കൊണ്ട് വെട്ടിച്ചെടുക്കുക. 1476 ഡിവൈഡഡ് ബൈ 9 എത്രയാ? 160. 9 1, പിന്നെ 57 6, ബാക്കി 36 4, 164 വരും. 1476 ഡിവൈഡഡ് ബൈ 9 ചെയ്യുമ്പോൾ 164. ഈ 41 ഇൻറ്റു 4 അല്ലേ 164. 41 ഇൻറ്റു 4 അല്ലേ 164 ബൈ 41 4 ഡയറക്റ്റ് ആയിട്ട് കിട്ടില്ല. ബാക്കി എവിടെയെങ്കിലും അങ്ങനെ കിട്ടുമോ? ഇല്ലല്ലോ. അപ്പോൾ തന്നിരിക്കുന്ന 1476 കംപ്ലീറ്റ് ആയിട്ട് ഡിവിസിബിൾ ആവുന്നത് ആര് മാത്രമേ ഉള്ളൂ? 41 മാത്രമേ ഉള്ളൂ. 41 ഇൻറ്റു 4 ഇൻറ്റു 9. ഓക്കെ, അതാണ് ഉത്തരം. അതേപോലെ ഒരു ചോദ്യമാണിത്. ഇവിടെ നമുക്ക് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. ആവറേജ് 14 തന്നിട്ടുണ്ട്. അപ്പോൾ തന്നിരിക്കുന്നതിൽ 1306 കംപ്ലീറ്റ് ഡിവിസിബിൾ ആവുന്ന നമ്പർ ഏതാ നോക്കിയാൽ മതി. 1306 കംപ്ലീറ്റ് ഡിവിസിബിൾ ആവുന്ന നമ്പർ ഏതാ? 14 ആയിരിക്കും. കാരണം 1306 ബൈ 2 ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ബൈ 2 650 എത്രയാ? ബൈ 2 ചെയ്യുമ്പോൾ 540 13ന്റെ പകുതി 5 6 5 3 653. 653 അല്ലേ? 14ന്റെ പകുതി 7. 1306 ബൈ 14 എന്ന് വെച്ചാൽ 653 ബൈ 7. 653 ബൈ 7 എന്ന് പറയുമ്പോൾ എത്ര വരും? തെറ്റിയാ. 1306ന്റെ പകുതി ആദ്യം കണ്ടുപിടിക്കുക. 13ന്റെ പകുതി 6, 10ന്റെ പകുതി 5, 6 5 3. 653 ബൈ 7. 653 ബൈ 7 കംപ്ലീറ്റ് ആയിട്ട് പോകില്ല. 653 ബൈ 7 പൂണില്ല. 653 എന്ന് പറയുമ്പോൾ 9 പൂല്ലേ? പൂന്നാണ് തോന്നുന്നത്. ചെക്ക് ചെയ്ത് നോക്കണേ. അത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം. പോയേ പറ്റൂ. 1306 ഡിവൈഡഡ് ബൈ 14. കാരണം 19 13 10 1306 പോവില്ല. 10 എന്തായാലും പോവില്ല, 13 പോവില്ല, 1300 ബൈ 13 പോവില്ല, 19 പോവില്ല, പിന്നെ 14 എന്തായാലും പോയേ പറ്റൂ 1306. ഓക്കെ, 1306 ബൈ 14 അല്ലെങ്കിൽ 563 അല്ലേ? യെസ്, 563 ആണ്. പക്ഷെ അന്ന് നിങ്ങൾ ചെക്ക് ചെയ്യുക. മൈൻഡ് വർക്ക് ചെയ്യുന്നില്ല. കംപ്ലീറ്റ് ആയിട്ട് പോകണം. അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി എന്ന് വന്നേ പറ്റും. കാരണം 13 എന്തായാലും പോവില്ല, 10 എന്തായാലും പോവില്ല, 19 പോവില്ല. സോ ആൻസർ വിൽ ബി 40. ഈ ഒരു ചോദ്യം നോക്കുക. ഒരു ട്രയാങ്കിളിൻ്റെ സൈഡ് 109, 171, 100. അങ്ങനെയാണെങ്കിൽ ലെങ്ത് ഓഫ് ദി ആൾട്ടിറ്റ്യൂഡ് കറസ്പോണ്ടിങ് ടു ദി സൈഡ് ഓഫ് ലെങ്ത് 171. ഞാൻ കാണിച്ചു തരാം. ഒരു ട്രയാങ്കിളിൻ്റെ ലെങ്ത് ഇത് 100 വന്നിട്ടുണ്ട്, ഇത് 109 വന്നിട്ടുണ്ട്. ഇതിന് മൊത്തം സൈഡ് എന്ന് വെച്ചാൽ 171 സെൻറ്റിമീറ്റർ ആണ്, അല്ലെങ്കിൽ ഇതിൻ്റെ പകുതി 85.5. അപ്പോൾ ആ സൈഡിലോട്ടുള്ള ആൾട്ടിറ്റ്യൂഡിൻ്റെ ഈ ഹൈറ്റ് എന്താണെന്നാണ് ചോദ്യം. ഹൈറ്റ് എന്താ? നമ്മൾ സാധാരണ എന്താ ചെയ്യുക? അത് റൈറ്റ് ട്രയാങ്കിൾ ആണെങ്കിൽ 109 സ്ക്വയർ മൈനസ് 85.5 സ്ക്വയർ അല്ലേ? ഹൈറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ പൈതഗോറസ് അപ്ലൈ ചെയ്യുക. √109 സ്ക്വയർ മൈനസ്. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോഴേക്കും നമുക്ക് സമയം പോകും. അപ്പോൾ ജസ്റ്റ് അപ്രോക്സിമേറ്റ് എടുത്താൽ മതി. ഇവിടെയൊക്കെ ഓപ്ഷൻസ് നല്ല വ്യത്യാസമില്ലേ?
ഇത് 100 ആണെന്ന് വിചാരിക്കും, ഇത് 80 ആണെന്ന് വിചാരിക്കും. ഇത് 100, ഇത് 80, അല്ലെങ്കിൽ ഇത് 10 പ്രപ്പോർഷൻ നോക്കുക. 100ന് പകരം 10 കൊടുക്കുക, 80ന് പകരം 8. ഇവിടെ 10ഉം ഇവിടെ 8ഉം ആണെങ്കിൽ ഇവിടെ 6 ആയിരിക്കില്ലേ. ഇത് 10ഉം ഇവിടെ 8ഉം ആണെങ്കിൽ ഇവിടെ 6. ഇവിടെ 100ഉം ഇത് 80 ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും? 60 ആയിരിക്കും. 60 തരുന്ന ഓപ്ഷൻ അതല്ല, ഓപ്ഷൻ 3. ഓക്കെ അല്ലേ? ഇങ്ങനെ ചിന്തിക്കുക, അപ്രോക്സിമേറ്റ് ചെയ്ത് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ ആ ചോദ്യം കഴിഞ്ഞു, ഈ പാർട്ടും കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ നമ്മുടെ ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിപ്പീറ്റ് ആയിട്ടുള്ള പേനും പേപ്പറും യൂസ് ചെയ്യാൻ പറ്റാതെ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ PDF ഞാൻ ടെലഗ്രാം ചാനലിൽ ഇതിൻ്റെ ലിങ്ക് കൊടുക്കാം, അതിൽ അപ്ലോഡ് ചെയ്യാം. സോ അതുവരെ ബൈ, സി യു, ടേക്ക് കെയർ, താങ്ക് യു. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് ആണ്, നന്നായി പഠിക്കുക. അടുത്തത് എന്ത് പാർട്ട് ചെയ്യണം എന്നുള്ളത് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ടെലഗ്രാം ഗ്രൂപ്പിൽ ലിങ്ക് മെസ്സേജ് ചെയ്യണമെങ്കിൽ എൻ്റെ സമയം പോലെ ഞാൻ ചെയ്തുതരാം. ഓക്കെ, താങ്ക് യു.